മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട 2 സിനിമകളുണ്ട്. ഒന്ന് ശങ്കരാഭരണം എന്ന സിനിമ. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ടായി. നമ്മുടെ പൈതൃകം, അതും സംഗീത പൈതൃകം എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അസാധാരണമായ ഒരു കഥയിലൂടെ അത് അവതരിപ്പിച്ചത് ഭാരതീയർ എത്ര ഗംഭീരമായിട്ട് സ്വീകരിച്ചു. അതേപോലെ വളരെ ആർട്ടിഫിഷ്യാലിറ്റി ചേർന്നിട്ടാണെങ്കിലും ബാഹുബലി എന്ന സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. വളരെയധികം കൃത്രിമത്വം അതിലുണ്ട്. ഒരുപക്ഷെ നാച്ചുറൽ എന്ന് പറയാനും കാര്യമായിട്ടില്ല. എന്നായാലും ത്രേതായുഗത്തിലെ ഒരു ചെറിയ ചരിത്ര കഥയുടെ ഭാഗമായിട്ടാണ് ബാഹുബലി എന്ന സിനിമ. മാഹിഷ്മതി എന്ന ദേശം, ഗുജറാത്തിൻ്റെ പ്രദേശങ്ങളിൽ ത്രേതായുഗത്തിലുണ്ടായിരുന്ന ഒരു രാജ്യത്തിൻ്റെ കഥയെക്കുറിച്ചാണ്, ചരിത്രത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അതും ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളീയര് ഗംഭീരമായിട്ട് സ്വീകരിച്ചു. നമ്മുടെ പൈതൃക, അത് ഒത്തിരി റിസർച്ച് നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. വെറുതെ ഉണ്ടാക്കിയ സിനിമയല്ല, ധാരാളം റിസർച്ച് അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടെന്ന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞാൻ ഒരിക്കൽ കാണുകയുണ്ടായി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ വളരെയധികം പ്രാവശ്യം കാണാൻ സാധിച്ച വേറൊരു സിനിമയുണ്ട്, നന്ദനം എന്ന സിനിമ. ശരിക്ക് ഈ മറ്റ് മതങ്ങളെല്ലാം ദേവാലയം ഫോക്കസ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ 3 നേരം നിസ്കരിക്കുക, അല്ലെങ്കിൽ മതാന്തർഗതമായ, ദേവാലയാന്തർഗതമായ ഒരു മത സഞ്ചിതമായിട്ടുള്ള ആത്മീയത. ആ ആത്മീയത അല്ല സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനമെന്ന് കാണിക്കാൻ ആ ആത്മീയതയും വേണം. നമ്മുടെ അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ, ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറുതെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രമൊന്നുമല്ല. അത് മനസ്സിന് ചൈതന്യം പകരാൻ, നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനം എന്ന പോലെ സമൂഹത്തിന് ഒരുമിച്ച് വരാൻ, കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് വരാൻ, കുടുംബക്ഷേത്ര സങ്കല്പത്തിൽ ഒരുമിച്ച് വരാൻ, സമൂഹത്തിൻ്റെ ഐക്യത്തിന്, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിന്, അതിന് ആത്മീയത ചെറിയൊരു അംശമായിട്ട് അമ്പലത്തിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഭൗതികതയാണ്. ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രാന്തർഗതങ്ങളായ മതാധിഷ്ഠിതമായ ആത്മീയതയുടെ പ്രാധാന്യം തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തിലുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ. നമ്മുടെ മനസ്സിലെ ഭക്തിയാണ് യഥാർത്ഥ ഭക്തി. അത് വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നതാണ് ഈ നന്ദനം എന്ന സിനിമ. ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസർ, അങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഡിവോട്ടഡ് ആണെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, സിൻസിയർ ആണെങ്കിൽ, ഈ 3 വാക്കുകൾ മറക്കരുത്. ഡിവോട്ടഡ്, ഡെഡിക്കേറ്റഡ്, സിൻസിയർ ആണെങ്കിൽ അങ്ങനെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ചടങ്ങുകളിലെ ജീവിതത്തിന് അടുക്കും ചിട്ടയുള്ളതൊക്കെ ആക്കാം. നമുക്ക് അതീതമായ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ടെന്നുള്ളത് ഓർമ്മിക്കാം. നമ്മൾ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്യാം. എന്നിട്ടും നമ്മുടെ മനസ്സിനകത്ത് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പ്രാർത്ഥിക്കുക, അതും ദൈവത്തോടുള്ള ഭയത്തോടു കൂടിയല്ല. മറ്റു മതങ്ങളൊക്കെ ദൈവ ഭയമാണ്. നമുക്ക് ദൈവത്തിനോട് അങ്ങനെ ഭയമല്ല. ഒരു പോലീസുകാരനെ കാണുമ്പോൾ ഒരാൾ ഭയപ്പെടുന്നു എങ്കിൽ, നിയമത്തിനെ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഭയപ്പെടുന്നു എങ്കിൽ, അതിൻ്റെ പുറകിലൊക്കെ ഒരു കള്ളത്തരമുണ്ട്. ഈ കള്ളത്തരം ചെയ്യുന്നവനാണ് പോലീസിനെയും ബാക്കിയുള്ളതിനെ ഭയപ്പെടുന്നത്. നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, സത്യസന്ധമായിട്ട്, ധർമ്മബോധത്തോടുകൂടി, നീതിന്യായത്തോടുകൂടി നമ്മുടെ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിനെ ഭയപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ ഗോഡ് ഫിയറിങ് പീപ്പിൾ അല്ല, ഗോഡ് ലവിങ് പീപ്പിളാണ്. ഭക്തിയാണ് നമുക്ക്. ഭക്തി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ശരിക്കും ആ ഭക്തി കാണിക്കുന്നത് ശരിക്ക് ഈ നന്ദനം എന്ന സിനിമയിലുണ്ട്. ആ ബാലാമണി എന്ന പെൺകുട്ടി ശരിക്കൊരു ജോലിക്കാരിയുടെ ജീവിതം
അടിമുടി മാറിയ ഒരു കഥ, ശരിക്കും ജീവിതം മാറിയ ഒരു കഥ. അതൊരു കഥയാണ്, തീർച്ചയായിട്ടും കഥയാണത്. അതൊരു അനുഭവമായിരിക്കില്ല, അല്ലെങ്കിൽ സംഭവമായിരിക്കില്ല. എന്നിരുന്നാലും അതിൻ്റെ സമാനമായിട്ടുള്ള അനുഭവമോ സംഭവമോ ഉണ്ടായിക്കൂടുന്നില്ല. പ്രാർത്ഥനയിലൂടെ ഈശ്വരൻ വന്നെല്ലാം ചെയ്തു തരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സ് ആ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു എന്താ പറയുക ചങ്കൂറ്റം, ദൃഢനിശ്ചയം നമ്മളിലുണ്ടാവുന്നു. അതിനാണ് ഫെയ്ത്ത് വളരെയധികം സഹായിക്കുക. അപ്പൊ ശരിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ പോലും പോയി തൊഴാത്ത ഒരു കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്, കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അഭിമാനത്തോടുകൂടി ഒരു ഹിന്ദു എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ എനിക്കിവിടെ അമ്പലമില്ല, എനിക്കിവിടെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് ഞാനും എൻ്റെ മക്കൾക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നതിന് പകരം ശരിക്ക് എന്താണോ സാധിക്കുക അത് ചെയ്യാം. ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാം. നേരെ ബന്ധമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, മിനിഞ്ഞാന്നത്തെ മലയാള മനോരമ പത്രത്തിൽ, മാതൃഭൂമിയിൽ ഞാൻ കണ്ടില്ല, യാത്രയിലായിരുന്നു. അപ്പോൾ മനോരമയെ കിട്ടിയുള്ളൂ. മനോരമയിൽ ചെറിയൊരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ ഒരു സ്ത്രീയുടെ, ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ ശവശരീരം ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിച്ചു എന്ന്. ആ ക്രിസ്ത്യൻ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകാറുണ്ട്, എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പോകാറില്ല, ഇടയ്ക്ക് പോകാറുണ്ട്. മകനും ഇടയ്ക്കേ പോകാറുള്ളൂ. ഇവർ രണ്ടുപേരും ഹിന്ദു അമ്പലത്തിലേക്ക് പോയിട്ടില്ല, ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് പള്ളിയിലെ ജോലിക്കാരനാണ്. പള്ളിയിലെ ജോലിക്കാരനായിട്ടുള്ള വ്യക്തി പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളാണ്. ഈ പള്ളിയിലെ അച്ഛൻ ഈ മകനോട് പറഞ്ഞു, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ പോരാ, എന്നും വരണം. ഭാര്യയോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ എന്നും വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ പള്ളിയുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ നടത്താൻ ബുദ്ധിമുട്ട് വരും. ശരിക്കും 21ാം നൂറ്റാണ്ടിൽ ഒരു പള്ളിയിലെ അച്ഛൻ, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പൂജാരി, അല്ലെങ്കിൽ ഒരു മസ്ജിദിലെ മൗലവി വ്യക്തിയെ കയറി ഇങ്ങനെ ഭരിക്കാൻ വരിക. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമുള്ള ലോകത്തിൽ ഏത് മതവും അല്ലെങ്കിൽ വിശ്വാസവും ആത്മീയതയൊക്കെ കുറേയൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യവും കൂടിയാണ്. ദൈവത്തിന് അടിമപ്പണി ചെയ്യേണ്ട കാര്യമില്ല, ദൈവത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ വാളെടുക്കേണ്ട കാര്യവും ഇല്ല. ദൈവത്തിന്റെ സംരക്ഷണയിലാണ് നമ്മൾ എന്നാണ് എല്ലാ ധർമ്മങ്ങളും പറയുന്നത്. ഇവിടെ ദൈവത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ അടുത്ത ആൾക്കാരെ വരുത്താൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ പേരിൽ മതത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട്, ദൈവത്തിനെ ഒരു കച്ചവട ചരക്കാക്കാൻ വേണ്ടിയിട്ട്, ആ പള്ളിയോ അമ്പലമോ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭയപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ആ മകൻ എന്ത് ചെയ്തു? ഭംഗിയായിട്ട് അമ്മയുടെ ശവശരീരം, അമ്മയുടെ ഡെഡ് ബോഡി ഹിന്ദു ആചാരപ്രകാരം സംസ്കരിച്ചു. ധാരാളം ഹിന്ദുക്കൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ അതിനെ വിലയിരുത്താനായിട്ട് ഞാൻ പോണില്ല. പക്ഷെ ഞാൻ പറയാൻ കാരണം, ശരിക്ക് 2-3 കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. നമ്മൾ ഓരോ ക്രിസ്ത്യാനിയും മുസ്ലിമും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ കൂടി ചേർത്ത് ഞാൻ പറയാം. ഞാൻ തുടങ്ങിയത് നന്ദനം എന്ന സിനിമയിൽ നിന്നാണ്, വിഷയം മാറിയിട്ടില്ല. അപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ, ഇവരുടെ ഡെഡ് ബോഡി മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ പുഴുവരിച്ച് തറ വികൃതമായിരിക്കും. അതിങ്ങനെ മണ്ണിൽ അലിഞ്ഞ് ചേരുന്നത് വരെ ഈ ഡെഡ് ബോഡി ഇങ്ങനെ ഇതായി 1-2 വർഷം കഴിയുമ്പോൾ ആ എല്ലു മാത്രം, തലമുടിയും എല്ലും നഖവും മാത്രം ഇരിക്കുന്ന ഒരു സീൻ കണ്ണടച്ച് വെറുതെ ചിന്തിച്ചു നോക്കാം. പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്, 3.25 നാഴിക കൊണ്ട് അതങ്ങ് കത്തി ദഹിപ്പിച്ചു. ഇപ്പോഴാണെങ്കിൽ ഇലക്ട്രിക് ഫർണസ്, ഇൻസിനറേഷൻ ഫർണസ് ഉണ്ട്. അമേരിക്കയിലെ 37% ക്രിസ്ത്യാനികളും ഇപ്പം ഈ ഇലക്ട്രിക് ഫർണസാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഭൂമിയിൽ കുഴിച്ചിടുന്നതിന് പകരം നേരെ കത്തിക്കാൻ ഒരു 100 ഗ്രാമിൽ താഴെ ചാരം മാത്രമായിട്ട് അവശേഷിക്കുന്നു. ആ ശരീരം പുഴുക്കുന്നില്ല, നാറുന്നില്ല, ചീയുന്നില്ല, ഫാറ്റ് ഇങ്ങനെ മണ്ണിൽ അലിയുന്നില്ല, എല്ലാം തീരുന്നു. ഇത് കുറേ ഡെഡ് ബോഡികളുടെ ഇടയ്ക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി എല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ
പ്രാർത്ഥിക്കാൻ കൊള്ളാമെങ്കിൽ പോലും അത് എന്തോ ഒരു ഭീകരത. ശവപ്പറമ്പ്, ആ ശവപ്പറമ്പിലെ ഒരു ശവം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും മകൻ്റേതായിട്ട് കിടക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത്, നമ്മുടെ പള്ളിയോ അമ്പലമോ മസ്ജിദോ നമ്മളെ പരിധിക്കപ്പുറം ഭരിക്കുന്ന കേന്ദ്രമാവരുത്. അവിടെ പോയാൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ, അവിടെ പോയാൽ മാത്രമേ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ആവുള്ളൂ എന്ന ധാരണ വളരെ ഭംഗിയായിട്ട് മാറ്റിമറിച്ച ഒരു സിനിമ നന്ദനം. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ പോകണ്ടെന്നല്ല, ശബരിമലയിൽ പോകണ്ടെന്നല്ല, എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾ പൊക്കോളൂ. അതാണ് അത് മാത്രമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴി എന്ന് ധരിച്ച് ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതിന് എത്ര ഭംഗിയായിട്ടാണ് ഈശ്വരനിലുള്ള വിശ്വാസം ദൃഢമായിട്ട് നമ്മളെ പ്രദർശിപ്പിക്കുന്നു. അതേ സമയത്ത് അതൊരു ക്രേവിങ്ങോ ക്രേസിയോ അല്ല. ഒരു ചെറിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പെണ്ണ് ഈ പ്രാർത്ഥനയിലൂടെയും ധന്യമായ ഭക്തിയിലൂടെയും യുക്തിസഹജമായ ഭക്തിയിലൂടെ വ്യക്തി എത്ര ഉയരുന്നു, യുക്തി സഹജമായ ഭക്തിയിലൂടെ വ്യക്തി എത്ര ഉയരുന്നു എന്ന് നമ്മളെ കാണിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നന്ദനം എന്ന സിനിമ. പ്രണാമം, നമസ്കാരം.